ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പാർട്ടി നടപടി തീരുമാനിക്കാൻ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നാളെ ചേരാനിരിക്കെ ഗുരുതര ആരോപണങ്ങളുമായി പത്മകുമാർ. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ ചരട് വലിച്ചത് പാർട്ടിയിലും ഭരണ നേതൃത്വത്തിലും സ്വാധീനമുള്ള ഉന്നതൻ. ശബരിമലയിലെ സ്വർണ്ണപ്പാളി രേഖയിൽ ചെമ്പുപാളിയാക്കിയത് മറ്റാരോ ആണെന്നും ഒപ്പിടാൻ തന്നെ നിർബന്ധിച്ചതുമേ പത്മകുമാർ അടുത്ത സുഹൃത്തുക്കളോട് വെളിപ്പെടുത്തി. പത്മകുമാർ മറുപടി പറയേണ്ട കാര്യമില്ലെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി. പത്തനംതിട്ടയിൽ നിന്നും ഷിജോ കുര്യൻ, തിരുവനന്തപുരത്ത് നിന്നും ഷഫീദ് റാവത്തർ എന്നൊരു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം ഷിജോയിലേക്ക് പോകുന്നു. ഷിജോ, നാളെ ഇപ്പോൾ CPM അതിൻ്റെ താഴെത്തട്ടിലെ സംഘടന റിപ്പോർട്ട് വിലയിരുത്തി പത്മകുമാർ നടപടി തീരുമാനിക്കുന്നു. നാളെ നടപടി തീരുമാനിക്കാനിരിക്കെ പത്മകുമാർ ഈ ദിവസം ആത്മകഥ വെളിപ്പെടുത്തൽ അതൊരു ഭീഷണിയുടെയോ ഒരു ബ്ലാക്ക് മെയിലിംഗിൻ്റെയോ സ്വഭാവം ഉണ്ടോ ഷിജോ? ലക്ഷ്മി, നമുക്ക് അങ്ങനെ കാണേണ്ടി വരും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പത്മകുമാർ പാർട്ടി നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുന്ന ചില നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പ്രകടമായിട്ട് തന്നെ പല കാര്യങ്ങളിലും മനസ്സിലായിട്ടുള്ളതാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 103 ദിവസം ജയിലിൽ കിടന്ന പിന്നീട് സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് CPM നേതൃത്വം കടുത്ത നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം വലിയ തരത്തിൽ ഉയർന്നു വന്നിരുന്നതാണ്. അപ്പോൾ പത്മകുമാറിനെ പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ചുമതലകളിൽ നിന്നും പരിപാടികളിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരു ചെറിയ നടപടി മാത്രമാണ് പത്മകുമാർ എടുത്തിരുന്നത്. അതിനെ നടപടി എന്ന് പോലും പറയാൻ കഴിയില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം സംസ്ഥാന നേതൃത്വം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയോട് പത്മകുമാറിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പത്മകുമാറിനെതിരെ എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ടും നടപടി സ്വീകരിക്കാനുമായിട്ട് നാളെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ചേരുകയാണ്. അങ്ങനെ ജില്ലാ കമ്മിറ്റി ചേരുമ്പോഴായിരിക്കും പത്മകുമാറിനെതിരെ എന്ത് നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പുവരിക. സ്വാഭാവികമായിട്ടും പത്മകുമാറിനെ നിലവിൽ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തി എന്നുള്ളപ്പുറത്തേക്ക് ഒരുപക്ഷെ കടുത്ത നടപടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതിനിടയിലാണ് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്ന ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ ചില തുറന്നു പറച്ചിലുകൾ പത്മകുമാർ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുവതികൾ കയറിയ സമയത്ത് തിരുവനന്തപുരത്ത് എന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി. ADGP S ശ്രീജിത്തിനെ സംസ്ഥാന പോലീസ് മേധാവി തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി. തങ്ങളെ ADGPയെയും തന്നെയും തിരുവനന്തപുരത്തേക്ക് യുവതി പ്രവേശനത്തിന്റെ സമയത്ത് തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്. തങ്ങൾക്ക് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊന്നും അറിയില്ലായിരുന്നു. തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിരുന്ന് TV കണ്ടപ്പോഴാണ് യുവതികൾ ശബരിമല സന്നിധാനത്ത് കയറിയ കാര്യം അറിഞ്ഞത് എന്നുള്ള കാര്യങ്ങൾ കൂടി അക്കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ തന്റെ അടുത്ത സുഹൃത്തുക്കളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ തന്റെ ആത്മകഥയിൽ ഉണ്ടാകും. അതും മാത്രവുമല്ല, അതുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ കാര്യങ്ങളടക്കം തന്റെ ആത്മകഥയിൽ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങൾ കൂടി പത്മകുമാർ തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്. അതിനൊപ്പം തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണ്ണപ്പാളികൾ എന്ന് അവിടെ രേഖപ്പെടുത്തിയത് മറ്റാരോയാണ്, ആരുടെയൊക്കെയോ സമ്മതപ്രകാരമാണ് താൻ അതിനകത്ത് ഒപ്പിട്ടത്. അതല്ലാതെ തന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, താനല്ല ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ശാസ്ത്രീയ പരിശോധന അടക്കം നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി പത്മകുമാർ SITയോട് പറഞ്ഞിരുന്നതാണ്. അതായത് ചെമ്പുപാളി എന്ന് എഴുതിയത് ആരാണ്, ആ കൈപ്പട ആരുടേതാണ് എന്നുള്ളത് പരിശോധിക്കാനായിട്ട് അതിന് ശാസ്ത്രീയ പരിശോധന നടത്തണം എന്നുള്ളതൊക്കെ SITയോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പത്മകുമാർ തന്റെ കയ്യക്ഷര പരിശോധനയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മുൻകാല പ്രാബല്യത്തിൽ ശബരിമല യുവതി പ്രവേശനം CPMനെ വല്ലാതെ ബാധിക്കുകയും വലിയ പരാജയത്തിലേക്ക് നയിച്ചു എന്ന് CPM തന്നെ വിലയിരുത്തുകയും ആ നയത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയും വീട് കയറി CPM എന്താണെന്ന് എന്ന് വിശദീകരിച്ചതൊക്കെയാണ് യുവതി പ്രവേശന കാര്യത്തിൽ. പിന്നീട് അയ്യപ്പ സംഗമത്തിൻ്റെ പുതിയ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. അപ്പോൾ യുവതി പ്രവേശനത്തിൽ കൂടി CPMലെ ഏതോ ഉന്നതൻ ആണ് അതിൻ്റെ ചരട് വലിച്ചത് എന്നൊക്കെ പറഞ്ഞ് മുൻകാല പ്രാബല്യത്തിൽ പാർട്ടിയെ ഒരു തോക്കിൻ മുനയിൽ നിർത്തുക എന്ന് തന്നെയാണ് വെളിപ്പെടുത്തലിന്റെ അർത്ഥം, അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം? ഒരു സംശയമില്ല കാശ്മീർ, അത് അങ്ങനെ തന്നെയാണ്. സംസ്ഥാന CPM നേതൃത്വത്തെ അങ്ങേയറ്റം പ്രതിജ്ഞയോടെ നിർത്തുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി പത്മകുമാറിന്റെ ഇപ്പോഴത്തെ ഈ തുറന്നു പറച്ചിലിന് പിന്നിൽ ഉണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് മാത്രവുമല്ല, മുഖ്യമന്ത്രിയുടെ, അതായത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഓഫീസിലെ ഒരു ഉന്നതനാണ് ഇതിനകത്തെല്ലാം നേതൃത്വം നൽകിയത് എന്നുള്ള കാര്യങ്ങൾ കൂടി പത്മകുമാർ പറയുന്നുണ്ട്. അതായത് പത്മകുമാറിനെ അന്ന് പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. അത് സ്വാഭാവികമായിട്ടും അക്കാലത്ത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആരായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്വാഭാവികമായിട്ട് ആ പേരിലേക്ക് തന്നെയാണ് വിളിച്ചുകൊടുത്തത്. ആ പേരിലേക്ക് വിളിച്ചുകൊണ്ടുമ്പോൾ എല്ലാ കാര്യങ്ങളും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ആ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ഇതെല്ലാം നടന്നിരുന്നത് എന്നുള്ളത് പറയാതെ പറയുകയാണ് പത്മകുമാർ ചെയ്യുന്നത്. എന്തായാലും ഇതിനകത്ത് പത്മകുമാർ ഒരു രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എടുത്തു കാണണം. സ്വാഭാവികമായിട്ടും നാളെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ചേരുമ്പോൾ കടുത്ത നടപടിയിലേക്ക് പോകാതിരിക്കാൻ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കി ഒരു രക്ഷപ്പെടൽ നാടകമാണോ പത്മകുമാർ കളിക്കുന്നത് എന്നുള്ളത് കൂടി അടുത്തറിയേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പത്മകുമാർ പാർട്ടി അംഗത്വം പുതുക്കിയത്. സ്വാഭാവികമായിട്ടും താൻ ഇപ്പോഴും ഈ പാർട്ടിയുടെ പ്രവർത്തനം
പ്രവർത്തകനായിട്ട് തുടരുകയാണ്, പാർട്ടിക്കാരനാണ് എന്ന് പറയുകയും പാർട്ടി നടപടി സ്വീകരിച്ചാൽ പാർട്ടിക്കെതിരെ തിരിയുക എന്നുള്ളൊരു തന്ത്രം കൂടി പത്മകുമാർ ഇതിന്റെ ഭാഗമായിട്ട് പുറത്തെടുക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്. നിലവിൽ എന്തായാലും ശബരിമല യുവതീ പ്രവേശനം, ശബരിമല സ്വർണ്ണക്കൊള്ള ഈ രണ്ട് വിഷയങ്ങളിലും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കും, അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തെ പ്രതികൂലമാക്കും. എന്തായാലും ആത്മഹത ആർക്കും എഴുതാം, ആത്മഹത എപ്പോഴും പ്രസിദ്ധീകരിക്കാം, അത് ഒരാളുടെ വ്യക്തിപരമായ അവകാശമാണ്. പക്ഷേ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM നടപടി തീരുമാനിക്കാൻ അത് നടപടി എന്തായാലും ഉറപ്പാണ്. ഒരു പക്ഷേ പുറത്തേക്കോ അല്ലെങ്കിൽ കടുത്തൊരു നടപടി എന്തായാലും ഉറപ്പാണ് പത്മകുമാറിനെതിരെ. അത് MV ഗോവിന്ദന്റെ വാക്കുകളിൽ തന്നെ വ്യക്തമായിരുന്നു. അപ്പോൾ അത് തീരുമാനിക്കാൻ ഇരിക്കുന്നതിൻ്റെ തൊട്ട് തലേനാൾ ആത്മഹത എഴുതാൻ പോവാണ്. അതിനകത്ത് ഗുരുതരമായ ചില വെളിപ്പെടുത്തലൊക്കെ ഉണ്ടാവും. ശബരിമല യുവതീ പ്രവേശനത്തിൽ വേറെ ആരോ ചുക്കാൻ പിടിച്ചു, തന്നെ അവിടുന്ന് മാറ്റി നിർത്തി എന്നൊക്കെയുള്ള ഉള്ളും മുനയും വെച്ച പ്രതികരണം വരുന്നത് അത് ഉറപ്പായും അത് ബ്ലാക്ക് മെയിലിംഗ് ആണ് എന്നതിൽ തർക്കം വേണ്ട. അതിനോട് പ്രതികരിക്കേണ്ടതില്ല എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.